ബിഗ് ബോസ് മലയാളം സീസൺ 7 രാവിലെ ബാറ്ററി എടുക്കാനായിട്ട് നെവിൻ സ്റ്റോർ റൂമിൽ പോയപ്പം സാബുമോനും സ്റ്റോർ റൂമിൽ ബാറ്ററി എടുക്കാൻ ചെന്ന്. എന്നിട്ട് നെവിനോട് പറയാണ്, സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ എന്നോട് സംസാരിച്ചോളൂ, ഞാനുണ്ടെന്ന് പറയുന്നു. അപ്പം നെവിൻ പറഞ്ഞ്, എനിക്കാരും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനറിയാം, ഒരു കൂട്ടും വേണ്ടാന്ന് പറഞ്ഞ് നെവിൻ ബാറ്ററി എടുത്തിട്ട് പോയി. നേരെ അക്ബർ അവിടെ ഇരിക്കുകയാണ്. അക്ബറിനോട് ചെന്നിട്ട് പറയണം, രാവിലെ ഞാൻ വയറ് നിറച്ചും കൊടുത്തിട്ടുണ്ട്, അവൻ ഇനി ഒന്നും കഴിക്കണ്ട, വയറ് നിറഞ്ഞെന്ന് പറയുന്നത്. അപ്പം അക്ബർ ചോദിക്കുന്ന ആർക്കാണ്? അത് സാബുമോന് ആന്ന് പറഞ്ഞ്. അവന് എനിക്ക് സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ ഞാൻ വരാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അക്ബറിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, എനിക്കാരും വേണ്ട, എനിക്ക് ഈ അമ്മക്കിളി മതി. അക്ബറിനെയാണ് അമ്മക്കിളി എന്ന് പറയുന്നത്. എനിക്ക് അമ്മക്കിളി മതി, അമ്മക്കിളിക്ക് ഞാനും, എനിക്ക് അമ്മക്കിളി എന്ന് പറയുമ്പോൾ സാബുമോൻ അടുത്തോട്ട് വരും. ഉടനെ സാബുമോനോട് പറയുന്നു, എൻ്റെ അമ്മക്കിളിയാണിത്, ഈ അമ്മക്കിളിയുടെ ഞാനും എൻ്റെ അമ്മക്കിളിയും ഞങ്ങൾക്ക് മതി, ഞങ്ങൾ രണ്ടുപേരും മതി എന്ന് പറയുന്നു. അപ്പോൾ സാബുമോൻ മുടി തടവി കൊടുക്കുന്നു നെവിൻ്റെ. അപ്പോൾ പറഞ്ഞു, വിട്ടിട്ട് പോയിക്കേ, ഒരുപാട് ഷോപ്പിങ്ങൊന്നും വേണ്ട, പോയി ആലു പൊറോട്ട ഉണ്ടാക്കാൻ പഠിക്കാൻ പറഞ്ഞ് കളിയാക്കി വിടുന്നു. എന്നിട്ട് സാബുമോൻ പോകുമ്പോഴത്തേക്കും അക്ബറിനോട് നെവിൻ പറയാണ്, ഒരു കൊച്ചച്ഛൻ ചമഞ്ഞ് വരുമായിരുന്നു സോപ്പിട്ട് എന്ന് പറയുന്നു. എന്നിട്ട് പറയണം, ഇനിയിപ്പോൾ എല്ലാവരെയും സോപ്പിട്ട് പിടിക്കും, നോമിനേഷൻ വരുമല്ലേ. അപ്പം അക്ബർ പറയുന്ന, അവരെല്ലാം ഒരു ഗ്രൂപ്പാണ്, വോട്ട് ഒക്കെ നോക്കിയിട്ടല്ലേ എന്ന് പറയുമ്പം നെവിൻ പറയുന്ന, വോട്ട് ആർക്ക് വേണം, നമുക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് മതിയല്ലോ. അതുപോലെ ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ടൊന്നും അവർ നിൽക്കാൻ ബിഗ് ബോസ് സമ്മതിക്കത്തില്ല. ഇവർ പോകാൻ പറ, നമുക്ക് ഇവരുടെ വോട്ടൊന്നും വേണ്ട, നമുക്ക് പ്രേക്ഷകരുടെ സപ്പോർട്ട് മതി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സാബുമോൻ ചെന്ന് നൂറയോടും ആദിലയോടും പറയുകയാണ്, നെവിന് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചോളാം, കൂട്ടൊന്നും വേണ്ട, എനിക്കറിയാം, പിന്നെ എനിക്ക് അമ്മക്കിളിയുണ്ട് എന്ന് പറയുന്നെന്ന് പറഞ്ഞപ്പം നൂറ ചോദിക്കുന്നു, നെവിനാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അതാണ് രാവിലെ ലൈവിൽ നടന്നത്.